നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ബുധനാഴ്ച പോയ ഖദീജയും സുധീറിനെയും കുറിച്ചുള്ള പ്രോഗ്രാം കണ്ടിട്ട് ഒരുപാട് പുതിയ പുതിയ നിർദ്ദേശങ്ങൾ പലരും എനിക്ക് ഫോണിലൂടെ പറഞ്ഞു തന്നു. ഖദീജയ്ക്ക് 6 മക്കളായിരുന്നു. 5 പേരെയും കൊണ്ടാണ് ഡൈവേഴ്സ് ചെയ്തപ്പോൾ ഭർത്താവ് പോയത്. ഏറ്റവും ഇളയ കുട്ടിയായ ആൺകുട്ടി മാത്രമാണ് ഖദീജയോടൊപ്പം ഉണ്ടായിരുന്നത്. അതിനെ ഖദീജയുടെ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ടാണ് അവർ മദ്രാസിലേക്ക് പോയത്. ആ കുട്ടിക്ക് മകന് എന്തോ അസുഖം വന്ന് അകാലത്തിൽ മരിച്ചുപോയി. മക്കളുടെ വിവാഹത്തിന് ഒന്നും ആദ്യ ഭർത്താവ് ക്ഷണിച്ചില്ല, അമ്മ എന്നുള്ള നിലയ്ക്ക്. അതുപോലെ തന്നെ മണിയമ്പിള്ള രാജുവും മോഹൻലാലും ചേർന്ന് ഇവിടെ തിരുവനന്തപുരത്ത് നടന്ന സൂര്യ കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ നടന്ന ഏതൊരു ഫംഗ്ഷനിൽ വെച്ച് സൂര്യ 1,00,000 രൂപ പിരിച്ചു കൊടുക്കുകയോ, മണിയമ്പിള്ള രാജു 15,000 രൂപയും മോഹൻലാൽ 50,000 രൂപയും അമ്മ 10-25,000 രൂപയും, അങ്ങനെ കുറേ പേര് സൂര്യയിലുള്ള ആൾക്കാർ സഹായിച്ച് അവർക്കൊരു മോശമല്ലാത്ത തുക കിട്ടുകയും ആ തുക ബാങ്കിലിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടും അമ്മ നൽകുന്ന കൈനീട്ടം 4,000 രൂപ കൊണ്ടും അവശ്യ കലാകാരർക്ക് സർക്കാർ കൊടുക്കുന്ന 1,000 രൂപയൊക്കെ വെച്ചാണ് അവർ ജീവിച്ചത്. ഇതൊക്കെ അതിന് ശേഷമാണ്, ഞാൻ ഖദീജയെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. അറിഞ്ഞ വിവരങ്ങളും കൂടി ഞാൻ നിങ്ങളോട് പങ്കുവച്ചു. പക്ഷേ മരിക്കുന്നതിന് അവരുടെ ഭർത്താവിനെയോ ഭർത്താവിൻ്റെ കൂടെ പോയ 5 മക്കളെയോ അവരൊരിക്കലും വെറുത്ത രീതിയിലോ അല്ലെങ്കിൽ അവരെന്നോട് കരുണ കാണിച്ചില്ല എന്നോ ഒന്നും പറയാതെ അവരെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഖദീജ ഒരിക്കലും അവരുടെ പേരിൽ പഴി ചാരിയിട്ടില്ല. അത് അവരുടെ ഒരു വ്യക്തിത്വമായിരിക്കാം. ഇതും കൂടി നിങ്ങളോട് പറയണം എന്ന് തോന്നി. നമസ്കാരം. ഈ ചിത്രത്തിന് പിന്നിൽ എന്നുള്ള പങ്ക്തിയിലെ ഒരു എപ്പിസോഡാണിത്. നമ്മൾ ഈ ചിത്രത്തിന് പിന്നിൽ എന്നുള്ളത് ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ആ ഫോട്ടോയുടെ പിന്നാമ്പുറം ആണല്ലോ നമ്മൾ സംസാരിക്കാറ്. ഈ ഫോട്ടോ എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ഇപ്പം ഏറ്റവും അവസാനം ചെയ്ത രാമു കരിയിട്ട് മരിച്ചു കിടക്കുന്നിടത്തേക്ക് വന്ന ബി ഭാസ്കരൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ചാണല്ലോ നമ്മളൊരു കഥ ചെയ്തത്. ഇന്നത്തത് അങ്ങനെയല്ല. ഇന്നത്തെ ഫോട്ടോയ്ക്ക് പിന്നിൽ വളരെ വ്യത്യസ്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ബുധനാഴ്ച പോയ എപ്പിസോഡിൽ പറഞ്ഞത് ഖദീജയെ പറ്റിയും സുധീറിനെ പറ്റി ആയിരുന്നല്ലോ. 2 പേരുടെയും പടങ്ങൾ തപ്പിയിട്ട് കിട്ടുന്നതേയില്ല. അപ്പോൾ എൻ്റെ കൈവശമുള്ള 1000കണക്കിന് ഫോട്ടോകൾ സൂക്ഷിക്കുന്ന തെർമോക്കോൾ പെട്ടികളെല്ലാം തുറന്ന് ഖദീജയുടെയോ സുധീറിൻ്റെയോ ഫോട്ടോ ഉണ്ടോ എന്ന് ഞാൻ തപ്പി. വാടക വീടുകൾ മാറുന്നതിനാലും ഫോട്ടോകൾ ഒട്ടിപ്പിടിക്കും എന്നതിനാലും എൻ്റെ കൈവശമുണ്ടായിരുന്ന സിനിമകളുടെ ഒരു ചുമട് ഫോട്ടോകൾ, 1000കണക്കിന് ഫോട്ടോകൾ എൻ്റെ ഒരു സ്നേഹിതന് നൽകി. അയാൾ അതൊക്കെ ഹാർഡ് ഡിസ്കിൽ സൂക്ഷിച്ച് വെച്ചാൽ ഉള്ള കാലം ഇരിക്കുമല്ലോ. നമുക്കും എന്തെങ്കിലും ആവശ്യം വന്നാൽ ആട്ടോയിലൊരു പടം താ, കളിപ്പാട്ടങ്ങളുടെ ഒരു പടം താന്ന് പറഞ്ഞ് ചെന്ന് വാങ്ങിക്കാമല്ലോ എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുത്തത്. എന്നാൽ നമ്മളൊരാവശ്യം പറഞ്ഞാൽ ഒരൊറ്റ സ്റ്റില്ല് തരില്ല. കൺമുന്നിൽ വച്ചുകൊണ്ട് ഇല്ല എന്ന് ഒരു മടിയുമില്ലാതെ പറയുന്ന ആളാണ് ഈ സ്നേഹിതൻ. എനിക്ക് പലപ്പോഴും ചിരിയാ വരാറ്, ദേഷ്യം വരാറില്ല അയാളോട്. നമ്മൾ ചിലപ്പോൾ മേശപ്പുറത്ത് ആ പടം കിടക്കായിരിക്കും, അപ്പോഴും പറയും ഇല്ല ദിനേശ്, അങ്ങനത്തെ പടം ഇല്ല എന്ന് പറയും. മലയാള സിനിമയിലെ ഒട്ടുമിക്ക പേരുടെയും പടങ്ങൾ എൻ്റെ പക്കലുണ്ട്. മധുവൈപ്പന അവസാന കാലത്ത് കുറേ അധികം പടങ്ങൾ എനിക്ക് തന്നല്ല. പക്ഷെ നോക്കിയെടുക്കാൻ ഇത്തിരി കടുപ്പമാണ്. മധുവൈപ്പന ജീവിച്ചിരിക്കുമ്പോൾ പഴയകാല സിനിമാക്കാരുടെ കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെഗറ്റീവ് എന്നെ ഏൽപ്പിച്ചിട്ട് ഇവയുടെ ഓരോ പ്രിൻ്റ് വേണം എന്ന് പറഞ്ഞു. എടുത്തു തരാൻ പറ്റുമോ ദിനേശ് എന്നുണ്ട്. അവൻ പിന്നെ എന്ത്, നമുക്ക് ആളോട് എടുത്തു തരാം എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തുള്ള ബാബ സ്റ്റുഡിയോയിലോ തൈരപ്പറമ്പ് റോഡിലുള്ള നാഷണൽ സ്റ്റുഡിയോയിലോ ഏൽപ്പിച്ച് കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ അല്പം ഒരു അതിബുദ്ധി കാണിച്ചു. ഞാൻ ചെയ്തത്
എൻ്റെ സുഹൃത്ത് പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ ആർ ഗോപാലകൃഷ്ണനെ ഈ നെഗറ്റീവുകൾ ഏൽപ്പിച്ചു. പ്രിൻ്റ് അടിച്ച് തരാം. ഞാൻ പറഞ്ഞു എത്ര രൂപയാണോ ആ രൂപയും വാങ്ങിച്ചു തരാം, മധു സാറിന് വേണ്ടിയാണ്, നന്നായിട്ട് പ്രിൻ്റ് എടുത്ത് തരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. പിന്നെ എന്താ, ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. മധുവൈപ്പന മരിക്കും വരെയും എന്നല്ല, അദ്ദേഹം മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ നെഗറ്റീവോ ആ പ്രിൻ്റോ തന്നില്ല. ആ നെഗറ്റീവ് ഗോപാലകൃഷ്ണൻ്റെ മുതൽക്കൂട്ടായി മാറി. ഞാൻ പിന്നെ ചോദിക്കാനൊന്നും പോയില്ല, നമുക്ക് അയാൾക്ക് നാണമില്ലെങ്കിൽ നമുക്ക് നാണം വേണ്ടേ. ഞാനൊരു 10 പ്രാവശ്യങ്ങളും ചോദിച്ചാണ്, അതിനൊന്ന് പ്രിൻ്റ് അടിച്ച് തരാൻ ദിനേശ്, ഇതാ മേശപ്പുറത്ത് നോക്കുക, ഈ കവറിലുണ്ട് എന്ന് പറയും. അപ്പോൾ 10 പ്രാവശ്യത്തിൽ കൂടുതലൊക്കെ ചോദിക്കുന്നത് മോശമല്ലേ. അങ്ങനെ ആ വിലപ്പെട്ട, എനിക്ക് തോന്നുന്നു രാമറാവുവിൻ്റെയും MGRൻ്റെയൊക്കെ റെയർ ഫോട്ടോകളാണെന്ന് തോന്നുന്നു, തന്നില്ല. ചലച്ചിത്ര വികസന കോർപ്പറേഷന് വേണ്ടി എൻ്റെ വകയിലെ ഗുരുനാഥൻ ഹരികുമാർ സംഗീത സംവിധായകൻ ദക്ഷിണാമൂർത്തി സ്വാമിയെപ്പറ്റി ഒരു ഡോക്യുമെൻ്ററി അദ്ദേഹത്തിന് അപ്രൂവലായി കിട്ടി KSFDC. ഹരികുമാറിൻ്റെ ഒരു ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യത്തിനിറങ്ങുമ്പോൾ അതിൽ ദിനേശിനിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കും. പതിവായിട്ട് നോക്കുന്നതാണ് പുള്ളി. അവരെ കൂടെ സഹകരിപ്പിക്കും. അപ്പോൾ ഇപ്പോൾ എന്നോട് മാനസികമായി ഒരു അകൽച്ചയുള്ള ഒരാളാണെന്ന് വെച്ചോളൂ, മസ്റ്റായിട്ടും അയാളെ തന്നെ ആ പുതിയ വർക്കിൽ സഹകരിപ്പിക്കും. കാരണം ദിനേശനൊരു കുഞ്ഞു പണി ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. അവിടെയും ഞാൻ ചിരിക്കാറാണ് പതിവ്. എന്നിട്ട് ഒരുമാതിരി സാഡിസം മനസ്സിലുള്ള പോലെ, സാഡിസ്റ്റിനെ പോലെ എന്നെ വിളിച്ച് പറയും, ദിനേശേ, ദിനേശിൻ്റെ മറ്റേ ആ ശത്രുവില്ലേ, അയാളെ ഞാൻ എൻ്റെ കലാസംവിധായകനാക്കി കേട്ടോ, ഞാൻ അയാളെ എൻ്റെ ക്യാമറാമാനാക്കി കേട്ടോ, ഞാൻ അയാളെ എൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആക്കി കേട്ടോ എന്നൊക്കെ ഒരു മടിയുമില്ലാതെ എന്നെ വിളിച്ച് പറയും. അല്ല, ഒളിച്ചൊന്നും വയ്ക്കില്ല. പുള്ളിക്കൊരു സന്തോഷം നൽകുന്ന കാര്യമാണത്. ദിനേശിൻ്റെ അടുത്തൊന്ന് പണിഞ്ഞല്ലോ എന്ന്, ചെറുതായൊന്ന് ദിനേശിനെ ഞോടാനായല്ലോ എന്നൊരു സംതൃപ്തി അദ്ദേഹത്തിന് കിട്ടും. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഡോക്യുമെൻ്ററിയുടെ ഛായാഗ്രാഹകനായി വലയം നിർമ്മിച്ചു, വലയത്തിൻ്റെ നിർമ്മാതാവെന്ന് പറഞ്ഞ് നെളിഞ്ഞ് നടക്കുന്ന ഒരു എംബോക്കി ഉണ്ടല്ലോ തിരുവനന്തപുരത്ത്, കടലാസ് നിർമ്മാതാവ്, ഫ്രോഡ്. ആ ഫ്രോഡിനെ ക്യാമറാമാനായിട്ട് വെച്ചു. സുകുമാരൻ ഷാർജിക്കും ദിനേശിനും പണി കൊടുത്തവൻ തന്നെ എൻ്റെ ഡോക്യുമെൻ്ററിയുടെ ക്യാമറാമാൻ ആകണമെന്ന് പുള്ളിക്കൊരു സന്തോഷം, ആത്മനിർവൃതി. ചുരുങ്ങിയത് ദിനേശിനെങ്കിലും ഒന്ന് ഞോടാമല്ലോ. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ വീട്ടിലൊക്കെ പോയി ഭംഗിയായി ഡോക്യുമെൻ്ററി ചിത്രീകരിച്ചു. അപ്പോൾ സ്വാമിയാണെങ്കിൽ ഏറ്റുമാനൂരപ്പൻ്റെ കടുത്ത ഭക്തനാണല്ലോ, അവിടെയൊക്കെ പോയി ചിത്രീകരിച്ചു. അത് കഴിഞ്ഞ് ഈ ആരംഭശൂരത്വം കഴിഞ്ഞപ്പോൾ ആ ഷൂട്ട് ചെയ്തൊക്കെ അവിടെ വച്ചിട്ട് എൻ്റെ ഗുരുനാഥൻ, വകയിലെ ഗുരുനാഥൻ, പുതിയ സിനിമകളുടെ ചർച്ചയ്ക്ക് എന്തിനോ പോയി. പിന്നെ അതിൻ്റെ തിരക്കിലായി. നനച്ചിരിക്കാതെ ഒരു നാൾ ദക്ഷിണാമൂർത്തി സ്വാമി ഈ ലോകം വിട്ടുപോയി. 93 വയസ്സായ മനുഷ്യനായിരുന്നു. സ്വാമി മരിച്ചപ്പോൾ KSFDC ഹരികുമാറിനെ വിളിച്ചു. ഹരികുമാറേ, ആ ദക്ഷിണാമൂർത്തിയുടെ ഡോക്യുമെൻ്ററി എന്തായി? ചിത്രീകരണം തീർന്നു, ഇനി എഡിറ്റിങ്ങും ബാക്കി പണികളേ ഉള്ളൂ ബാക്കി എന്നായി ഹരികുമാർ. ഇവിടെ എനിക്കൊരു കഥ ഓർമ്മ വരികയാണ്. ഞങ്ങളുടെ നാട്ടിൽ ശാന്തിവിളയിൽ ഷൺമുഖൻ മേസിരി എന്നൊരു പ്രശസ്തനായ തയ്യക്കാരൻ കടയിട്ടിരുന്നു. നല്ല ഉഴപ്പനും നന്നായി മദ്യപിക്കുന്ന ആളുമായിരുന്നു ഷൺമുഖൻ മേസിരി. എൻ്റെ അമ്മയുടെ അനുജൻ്റെ ഈ MP തിയേറ്ററിലെ സ്റ്റാഫായിരുന്നു എന്ന് ഞാൻ ഒരുപാട് കഥകളിൽ പറഞ്ഞിട്ടുണ്ട്. മാമൻ്റെ വിവാഹമാണ് നാളെ. സന്ധ്യയ്ക്ക് മാമൻ എന്നോട് പറഞ്ഞു, ദിനേശ, ആ ഷൺമുഖൻ്റെ കടയിൽ ചെന്ന് തച്ച തുണികളൊക്കെ വാങ്ങിച്ചിട്ട് വാ. ഞാൻ വച്ചു പിടിച്ചു, നേരെ ഷൺമുഖൻ മേസിരിയുടെ കടയിൽ ചെന്നു. എന്നെ കണ്ടേ, എന്തുള്ളേ എന്ന് കേട്ടു. മാമൻ പറഞ്ഞു, തച്ച തുണികളൊക്കെ തരാൻ. അത്രേ ഉള്ളോ? എല്ലാം റെഡിയാ, ഇനി അളവെടുത്ത് തച്ചാൽ മതി എന്ന് ചെന്ന് പറയാൻ ഏൽപ്പിച്ചു. മാമനോട് എന്ന് പറ, ഇനി അളവെടുത്ത് തച്ചാൽ മതി, ബാക്കിയെല്ലാം റെഡിയായി എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ മാമൻ്റെ സൈക്കിൾ ചവിട്ടി തിരിച്ച് വീട്ടിൽ ചെന്നു. വെറും കൈയോടെ വരുന്ന എന്നെ കണ്ടപ്പോൾ മാമൻ ചോദിച്ചു, എന്തായടാ ഷൺമുഖൻ ഉഴപ്പിയോ? ഇല്ല, എല്ലാം ഓക്കെയാണ്,
ഇനി അളവെടുത്ത് തച്ചാൽ മതിയെന്ന് മാമനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ മാമ എന്നെ ഇങ്ങനെ നോക്കി. എനിക്ക് അപ്പോഴും കൊച്ചല്ലേ, എനിക്ക് അർത്ഥം മനസ്സിലായില്ല. എടാ പൊട്ടാ, തുണി നമ്മൾ എടുത്തുകൊണ്ട് കൊടുത്തത്, അളവെടുത്ത് തയ്ക്കാനാണ് കൊടുത്തത്, അയാളത് ചെയ്തിട്ടില്ല എന്നല്ലേ അയാൾ പറഞ്ഞതിൻ്റെ ഉത്തരമെന്നൊന്നും മാമ എന്നോട് ചോദിച്ചില്ല. പക്ഷേ പകരം മാമ എന്നെ ഒന്ന് നോക്കി. നിസ്സംഗനായിട്ട് എന്നെ നോക്കിയിട്ട് മാമൻ സൈക്കിളെടുത്ത് ചവിട്ടി റോഡിലേക്ക് പോയി. വെളുപ്പിന് 4 മണിക്ക്, 4 മണി കഴിഞ്ഞാണ് മാമൻ തച്ച തുണികളുമായി മടങ്ങി വന്നത്. അങ്ങനെ മാമൻ ഇരുന്ന് തയ്പ്പിച്ചില്ലായിരുന്നെങ്കിൽ താലി കെട്ടുന്ന സമയത്തും ഷമ്മു മേസ്തിരി തച്ചുകൊണ്ടിരുന്നനെ. ഇതേ ഉത്തരവാണ് KSFDCക്ക് ഹരികുമാർ സാറും കൊടുത്തത്. ഷൂട്ടിങ് കഴിഞ്ഞു, ഇനി എഡിറ്റിങ്ങും റീ റെക്കോർഡിങ്ങും ഒക്കെ ബാക്കിയുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത്. എത്രയും വേഗം കഴിയുമെങ്കിൽ 2-3 ദിവസത്തിനകം തീർത്ത് തരണം. സ്വാമിയുടെ അനുശോചന യോഗം നടക്കുമ്പോൾ ഈ ഡോക്യുമെൻ്ററി കാണിക്കണമെന്ന് മന്ത്രി പറയുന്നു. ഫോൺ കട്ടായി. പിറ്റേന്ന് തന്നെ ഹാർഡ് ഡിസ്കും കുന്തും കുടച്ചക്രവും എല്ലാം എടുത്തുകൊണ്ട് സംവിധായകൻ എഡിറ്റിങ്ങിന് ഇറങ്ങി. ചിത്രാഞ്ജലിയുടെ വഴുതക്കാട് കലാഭവനിലുള്ള തിയേറ്ററിലാണ് എഡിറ്റിങ്. സ്റ്റുഡിയോയിൽ ചെന്ന് ഹാർഡ് ഡിസ്ക് കൊടുത്ത് വിഷ്വൽസ് കാണാൻ എഡിറ്ററും സംവിധായകനും കറങ്ങുന്ന കസേരയിൽ അങ്ങനെ ഇരുന്നു. എങ്ങനെയൊക്കെ നോക്കിയിട്ടു കറുത്ത സ്ക്രീൻ അല്ലാതെ ഒരു ചുക്കും ആ മോണിറ്ററിൽ തെളിയുന്നില്ല. സാറേ, ഹാർഡ് ഡിസ്ക് മാറിപ്പോയോ എന്നൊരു സംശയം. ഇതിലൊരു പുല്ലും ഇല്ല. ഇല്ലേ? ഹാർഡ് ഡിസ്ക് എടുത്ത് സംവിധായകൻ തിരിച്ചു മറിച്ചുമൊക്കെ വായിച്ചു നോക്കി. ദക്ഷിണാമൂർത്തിയുടെ പേര് തന്നെ സ്റ്റിക്കറിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ടും മതി വരാതെ സംവിധായകൻ കാറെടുത്ത് പോയി വീട്ടിലാകെ പരതി വേറെ ഹാർഡ് ഡിസ്കുകൾ ഉണ്ടോ എന്ന്. എല്ലാം തകർന്ന സംവിധായകൻ ക്യാമറാമാൻ സാറിനെ, മറ്റേ വലയത്തിൻ്റെ ഫ്രോഡ് നിർമ്മാതാവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ബബ്ബ അത്ര തന്നെ. ക്യാമറാമാൻ ഉത്തരം പറഞ്ഞത് ബബ്ബ. എത്ര കൊണ്ടാലും പഠിക്കാത്ത ആപൽ ബാന്ധവനാണല്ലോ ശിഷ്യനായി ഞാൻ. എത്ര അവഹേളിച്ചാലും, എത്ര പുച്ഛിച്ചാലും, എത്ര പാര പണിഞ്ഞാലും ഞാൻ പിന്നെയും പോകുമല്ലോ വിളിച്ചാൽ. എന്നെ വിളിച്ചു സംവിധായകൻ, കാര്യം പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും ദിനേശ്? റീടേക്ക് ചെയ്യാൻ സ്വാമിയില്ലല്ലോ. മന്ത്രിയാണെങ്കിൽ നല്ല ചൂടിലും ഒരു വഴി പറ. ഹാർഡ് ഡിസ്കിലാണെങ്കിൽ ഓരോ സീനും കഴിയുമ്പോൾ റിവൈൻഡ് ചെയ്ത് നോക്കണമെന്നോ, ഓരോ സീനും കഴിയുമ്പോൾ അത് മറ്റൊരു ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി എടുക്കണമെന്നോ, രാത്രി വർക്ക് കഴിഞ്ഞാൽ ഇതൊക്കെ ഇട്ട് കണ്ട് എന്തെങ്കിലും ഇനി റീടേക്ക് ചെയ്യണമെന്നോ, ഷോട്ടുകൾ വല്ലതും വിട്ടുപോയോ എന്നോ, ഇതൊന്നും നോക്കാൻ ഇദ്ദേഹത്തിന് സമയമില്ലായിരുന്നു. കാരണം ഷൂട്ടിങ് കഴിഞ്ഞ് റൂമിലെത്തിയാൽ പിന്നെ വെള്ളമടിയും പരദൂഷണവും പറയണമല്ലോ. പിന്നെ ആഹാരം കഴിച്ച് കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി. ഇതാണ് പണി. പ്രിയപ്പെട്ട ക്യാമറാമാൻ, സംവിധായകൻ്റെ പ്രിയപ്പെട്ട ക്യാമറാമാൻ മുട്ടനൊരു പണിയാണ് കൊടുത്തത് എന്ന് ചുരുക്കം. അപ്പോഴാണ് എന്നെ വിളിച്ചത്. അഹങ്കരിച്ച് പറയുകയല്ല, എപ്പോഴും മരിക്കുന്നത് വരെയും അല്ലെങ്കിൽ അദ്ദേഹം അസുഖബാധിതനാകുന്നത് വരെയെങ്കിലും ഞാനൊരു ആപത് ബാന്ധവനായിട്ടുണ്ട്. എനിക്കിട്ട് എത്ര പണിഞ്ഞാലും നോ അല്ലെങ്കിൽ പറ്റില്ല എന്നെനിക്ക് അദ്ദേഹത്തോട് പറയാൻ കഴിയില്ല. അങ്ങനെ ആയിപ്പോയി ഞാൻ. കിട്ടുന്നിടത്തെല്ലാം പണിഞ്ഞാലും ഞാൻ സഹിക്കും. പോട്ടെ, വിവരക്കേട് കൊണ്ടോ എന്നെ താഴ്ത്തി കാണിക്കാനോ ചെയ്യുന്നതല്ലേ എന്ന് ഞാൻ സ്വയം ക്ഷമിക്കും. ഞാൻ ചെന്നു. ആ മറ്റവനെ വിശ്വസിച്ച് ക്യാമറ ഏൽപ്പിച്ചു. ഒരൊറ്റ ഫ്രെയിം പോലും റെക്കോർഡ് ചെയ്തിട്ടില്ല. സ്വാമി മരിക്കുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യും ദിനേശ്? പ്രോജക്റ്റ് ഉപേക്ഷിക്കണം എന്നായി ഞാൻ. എഗ്രിമെൻ്റ് വെച്ച് സർക്കാരിൻ്റെ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ഇനി പറ്റില്ല എന്നെങ്ങനെ പറയും? അവിടെ എത്ര പേരാണെന്നറിയാമോ ചിത്രാഞ്ജലിയിൽ ഒരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നത്? അതിനിടയിലാണ് നമുക്കിങ്ങനെ ഒരെണ്ണം കിട്ടിയത്. ഇതെങ്ങനെയാണ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നെനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യാം സാർ, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കിട്ടാവുന്നത്ര സ്റ്റിൽസ് നമുക്ക് കളക്ട് ചെയ്യാം. ഓരോ പടങ്ങളും ഡിസോൾവ് ചെയ്ത് നമുക്ക് ഒപ്പിക്കാം. എന്നിട്ട് അതിൽ നല്ല നരേഷൻ കൊടുത്താൽ മതി. സംഭവം ഒരു പുതുമയുണ്ടാവും. വേണേൽ അങ്ങനെ ചെയ്യാം എന്നായി ഞാൻ. അത്രയ്ക്ക് പടങ്ങൾ വേണ്ടേ? അതെങ്ങനെ?
സ്വാമി വർക്ക് ചെയ്ത സിനിമകളുടെ നിർമ്മാതാക്കളിൽ ആൽബങ്ങൾ കാണും. അതിൽ ഒരു പടത്തിൽ 10 സ്റ്റിൽസ് വീതമെങ്കിലും ആ ആൽബത്തിൽ കാണും. സിനിമ സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാരിൽ നിന്നും നമുക്ക് മാക്സിമം ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പടങ്ങൾ കിട്ടാം. ഇപ്പോൾ തന്നെ മദ്രാസിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെഗറ്റീവുകൾ സൂക്ഷിക്കുന്ന പി ഡേവിഡിനോടോ ഹരി നീണ്ടകരയോടോ ചിത്ര കിഷൻകുട്ടിയോടോ നാന കിഷൻകുട്ടിയോടോ കൊല്ലം മോഹനോടോ ആർ ഗോപാലകൃഷ്ണനോടോ സൂര്യ ജോണിനോടോ സുനിൽ ഗുരുവായൂരിനോടോ ഒക്കെ നമുക്ക് പടങ്ങൾ വാങ്ങാം. വ്യത്യസ്തമായ പടങ്ങൾ കിട്ടുമ്പോൾ രസമായിരിക്കും. ഇപ്പോൾ ദക്ഷിണാമൂർത്തിയുടെ ശിഷ്യനായിരുന്ന ഇളയരാജ ദക്ഷിണാമൂർത്തിയുമായിട്ടിരിക്കുന്ന ഒരു പടമുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ തപ്പിയാൽ കിട്ടും, അല്ല നെറ്റിൽ തപ്പിയാൽ കിട്ടും. നല്ല പടമാണ്. ഇതുപോലുള്ള പടങ്ങൾ നമുക്ക് കളക്ട് ചെയ്താൽ നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റും. ഇവരൊക്കെ തരുമോ? കാശ് കൊടുത്താൽ ആരാ തരാത്തത് സാറേ? ഗോപാലകൃഷ്ണനോട് തിരക്കിയ തന്നെ ചുരുങ്ങിയത് ഒരു 50 പടം കിട്ടാം. ഒരു പടത്തിന് ഏറ്റവും കുറഞ്ഞത് സാർ ഒരു 100 രൂപ വെച്ച് കൊടുത്താലും 1000 പടങ്ങൾ സംഘടിപ്പിച്ചാൽ 1,00,000 രൂപയല്ലേ സാറേ ചിലവാകും? കാശ് കൊടുക്കണം അല്ലേ? പുള്ളി ചോദിക്കുക, കാശ് കൊടുക്കണം അല്ലേ? വേണ്ട, അവരെല്ലാം നമ്മുടെ അളിയന്മാരായിരുന്നാൽ മതി. സാറേ, ഇത്രയും കാലം ഈ നെഗറ്റീവൊക്കെ ഫംഗസാവാതെ സൂക്ഷിച്ചു വയ്ക്കുക എന്നത് ഒരു വലിയ പണിയാണ്. ആ നെഗറ്റീവ് തപ്പിയെടുത്ത് സ്വാമിയുടെ ഫോട്ടോകൾ മാർക്ക് ചെയ്ത് അത് പ്രിൻ്റ് അടിക്കണം. അപ്പോൾ പ്രിൻ്റ് അടിക്കണമെങ്കിൽ ആ പേപ്പറൊക്കെ വാങ്ങണം, കെമിക്കലൊക്കെ വാങ്ങണം, അതിനും പണിയാണ്. പിന്നെ അവർ ഈ നെഗറ്റീവ് തപ്പി പ്രിൻ്റ് അടിച്ചൊക്കെ തരുന്നതിൻ്റെ മെനക്കേട് കൂലിയില്ലേ സാറേ? ഞാൻ അറിഞ്ഞത് ശരിയാണോ എന്നെനിക്കറിയില്ല. പി ഡേവിഡ് വാരികകൾക്കും പുസ്തകങ്ങൾക്കും പുറംചട്ടകൾക്കും ഒക്കെ കൊടുക്കുന്നത് ഒരു പ്രിൻറ്റിന് 500-600 രൂപ വാങ്ങിയിട്ടാണ് എന്നാണ് എന്നോടൊരാൾ പറഞ്ഞത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പ്രിൻ്റ് കൂടുമ്പോൾ പൈസ കുറയും സാറേ. നമുക്കാദ്യം നമ്മുടെ ഗോപാലകൃഷ്ണനോട് തന്നെ തിരക്കാം. ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. നല്ലതാ, ആദ്യം ഗോപാലകൃഷ്ണനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗോപാലിനെ ബന്ധപ്പെട്ടു. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരൊറ്റ പ്രിൻ്റ് എൻ്റെ കയ്യിലില്ല സാറേ എന്നാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ മറുപടി. ഗോപാലകൃഷ്ണൻ അവിടെ ഷട്ടർ ഇട്ടു. ചുരുങ്ങിയത് ദക്ഷിണാമൂർത്തിയുടെ ഒരു 100 തരത്തിലുള്ള ഫോട്ടോ ഗോപാലിൻ്റെ വശം കാണും. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ച് കൊടുക്കില്ല ആരും, പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണൻ. ദക്ഷിണാമൂർത്തിയുടെ ഡോക്യുമെൻ്ററി സ്വാഹ ആയി എന്ന് ഞാൻ പറയണ്ടല്ലോ, അവിടെ തീർന്നു. കിട്ടില്ല എന്ന് പുള്ളിക്ക് തന്നെ മനസ്സിലായി. ഇന്നത്തെ ഫോട്ടോ തപ്പലിനിടയിൽ എൻ്റെ കൈവശം വന്ന ഈ ഫോട്ടോ നോക്കിയിരിക്കുമ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചുപോയി. കണ്ടല്ലോ നിങ്ങൾ. മുൻഷി തുടങ്ങിയ കാലം മുതൽ, ഏഷ്യാനെറ്റിലെ മുൻഷി തുടങ്ങിയ കാലം മുതൽ 10 വർഷക്കാലം മുൻഷിയിലെ സ്വാതന്ത്ര്യ സമര സേനാനിയായ മുൻഷിയായത് KPS കുറുപ്പ് എന്ന ശിവശങ്കര കുറുപ്പാണ്. ഞാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അവസാനം മെമ്മറിയൊക്കെ നഷ്ടപ്പെട്ടപ്പോഴാണ് പുള്ളി മുൻഷി നിർത്തിയത്. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിനേശേ 10-11 വർഷം വർക്ക് ചെയ്ത് എനിക്ക് മടുത്തു മുൻഷി, അതുകൊണ്ട് ഞാൻ നിർത്തി. എനിക്ക് കുറച്ച് സീരിയലുകൾ ചെയ്യണം, ദിനേശ് എന്നെ വിളിക്കണം എന്നൊക്കെ എന്നെ പറഞ്ഞു. പാവം. അതിനിടയിലാണ് അകാലത്തിൽ അദ്ദേഹം മരിച്ചത്. ഈ ഫോട്ടോയിൽ കാണുന്നതിൽ വലത്തെ അറ്റം ഇരിക്കുന്നത് മുൻഷിയായിട്ട് അഭിനയിച്ച കുറുപ്പ് സാറാണ്. ഇരിക്കുന്നതിൽ നടുക്കിരിക്കുന്നത് കരമന ജനാർദ്ദനൻ നായർ സാറാണ്. തൊപ്പിക്കാരൻ സംവിധായകനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ഭരത് ഗോപിയാണ്. അദ്ദേഹമാണ് ഒരു ടെലിഫിലിമാണ്, അതിൻ്റെ സ്റ്റില്ലാണിത്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിൽക്കുന്നത് നിർമ്മാതാവ് ചന്ദ്രസേനൻ നായർ എന്ന പങ്കജ് സേനൻ എന്ന് സിനിമാക്കാരൊക്കെ വിളിക്കുന്ന നമ്മുടെ സുരേഷ് കുമാറിൻ്റെ അളിയൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രശസ്ത നിർമ്മാതാവ് സന്ദീപ് സേനൻ്റെ അച്ഛൻ. പിന്നെ നിൽക്കുന്നത് ഉഷാറാണിയും രാജിയും മനുവർമ്മയുമാണ്. ഈ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചിരി വന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ദേവ അൻപ് എന്ന് പറഞ്ഞൊരു ക്യാമറാമാനുണ്ട് തിരുവനന്തപുരത്ത്. ഞാനിപ്പോൾ കുറേ കാലമായിട്ട് അദ്ദേഹമായിട്ട് ബന്ധമില്ല. അദ്ദേഹമാണ് ഈ ടെലിഫിലിമിൻ്റെ ഛായാഗ്രാഹകൻ. രാജ്ഭവനിൽ ജോലിയുള്ള, ടെലിഫോൺ ഓപ്പറേറ്ററായിട്ട് ജോലിയുള്ള അജയനാണ് ഈ ടെലിഫിലിമിൻ്റെ കൺട്രോളർ. വൈകുന്നേരം ഒരു 6 മണി 7 മണിയാകുമ്പോൾ ഷൂട്ടിംഗ് നിർത്തണം ഭരത് ഗോപിക്ക്. അത് സിനിമയായാലും സീരിയലായാലും ടെലിഫിലിമായാലും എന്ത് കോപ്പായാലും ശരി, ഒരു 6, 6:30, 7 മണിയാകുമ്പോൾ നിർത്തണം.
സ്ട്രോക്ക് വന്ന ശേഷമുള്ള അവശതയുണ്ട്. സന്ധ്യ കഴിഞ്ഞാൽ അല്പം വീശലുണ്ട്. പിന്നെ ഭക്ഷണം ഉറക്കം എല്ലാം കൂടി ഒരു 9 മണിക്കകം നടക്കണം. അതാണ് പുള്ളിയുടെ ഒരു രീതി. ഒരു കള്ളൻ മോഷണത്തിനായൊരു വീട്ടിൽ കയറുന്ന സീനാണ് ഈ പറയുന്ന ഈ ഫോട്ടോ എടുത്ത ദിവസം ഷൂട്ട് ചെയ്യാനുള്ളത്. മണി 8-നടുത്തെത്തി. ഇങ്ങനെ പോയാൽ 10 മണിയാവും തീരാനെന്ന് ഭരത് ഗോപിക്ക് ബോധ്യമായി. അതിലങ്ങനെ അസ്വസ്ഥനായി. അങ്ങനെ അസ്വസ്ഥനായി ഭരത് ഗോപി കസേരയിലിരിക്കുമ്പോൾ അക്കാലത്ത് HMI എന്ന് പറഞ്ഞൊരു വലിയ ലൈറ്റുണ്ട്. നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ കിട്ടണമെങ്കിലൊക്കെ HMI വെച്ച് ബൗൺസ് ചെയ്ത് അടിക്കണം. വലിയ ഒരുപാട് ഭാരമുള്ള ലൈറ്റാണ്. ആ ലൈറ്റ് ചുവന്ന് ഭരത് ഗോപിയുടെ മുന്നിലൂടെ 3 പേര് പോവുകയാണ്. മനസ്സിലെ ദേഷ്യം നുരപൊന്തി പുറത്തേക്ക് വന്നു. ഡേ, ഇതെവിടെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് പോകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ലൈറ്റ് ചുമന്നുകൊണ്ട് പോയി നിന്നു. ആ, അത് സാറേ, ഇതാ അവിടെ വച്ചിട്ടേ ഇങ്ങോട്ട് ബൗൺസ് ചെയ്യാൻ പറഞ്ഞു. ആര് പറഞ്ഞു? അൻപ് സാർ പറഞ്ഞു. അയാളോട് പോയി ചോദിക്കുക, ലൈറ്റ് അപ്പ് ചെയ്തിട്ടാണോ കള്ളൻ മോഷ്ടിക്കാൻ കയറുന്നതെന്ന്. ആലോചിച്ച് നോക്കിയേ. ഈ ലൈറ്റ് ഇവിടെ വയ്ക്കുക, എന്നിട്ട് അത് ഓഫ് ചെയ്യും, എന്നിട്ട് പോയി അൻപിനോട് ഞാൻ ചോദിച്ചത് പോയി ചോദിക്കുക. സംവിധായകൻ ചോദിച്ച ചോദ്യം കേട്ട് ദേവൻപ് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ നിന്നുപോയി. ലൈറ്റപ്പ് ചെയ്യാതെ എങ്ങനെ വിഷ്വൽ എക്സ്പോസ് ആകുമെന്ന് സംവിധായകൻ ചിന്തിക്കേണ്ടതാണ്. എന്നാൽ സംവിധായകൻ്റെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇരുട്ടിൻ്റെ മറവിലല്ലേ കള്ളൻ മോഷണത്തിന് കയറുക. ലൈറ്റപ്പ് ചെയ്ത് കയറേണ്ട കാര്യമില്ല. പക്ഷേ ക്യാമറ ടേപ്പില്ല. അന്ന് ടേപ്പിലാണ്, കാസറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പതിയണ്ടേ ഈ നടൻ, ഈ കള്ളൻ ചെയ്യുന്ന കാര്യങ്ങൾ ക്യാമറയിൽ പതിയണ്ടേ. ദേവൻപിന് ശരിക്കും വട്ടായി. എനിക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ ആ സംഭവമാണ് ഓർമ്മ വരുന്നത്. നമ്മൾ സിനിമ കാണാനിരിക്കുമ്പോൾ അതിൽ വൃത്തികെട്ടൊരു പരസ്യം വരുമല്ലോ. എനിക്കത് കാണുമ്പോൾ അറപ്പ് തോന്നും. പുകവലിയുടെ ദോഷവശങ്ങൾ പറയുന്ന പരസ്യമാണ്. ക്യാൻസറൊക്കെ വന്ന് അവിടേക്ക് ഇങ്ങനെ തൂങ്ങി കാണുമ്പോൾ തന്നെ നമുക്ക് അസ്വസ്ഥ തോന്നും. അതിപ്പോൾ സിനിമകൾക്ക് മുന്നിലും ഇൻ്റർവെല്ലിൽ കഴിഞ്ഞാൽ ഉടനെയും കാണിക്കണം എന്നാണ് കേന്ദ്ര നിയമം. അതിന് പകരം പുകയില കൃഷി നിയന്ത്രിക്കുകയും സിഗരറ്റ് അടക്കമുള്ളവ നിർത്തലാക്കിയാലും മതി കേന്ദ്രം. അത് ചെയ്യില്ല. സിഗരറ്റ് കമ്പനിക്കാരൻ സിഗരറ്റിൻ്റെ മഹത്വം പറയുന്ന പരസ്യം ചെയ്യും. അത് സെൻസർ ചെയ്ത് സർക്കാർ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യും. എന്നിട്ട് ക്യാൻസർ വരുന്നതിനെക്കുറിച്ച്, സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരുമെന്ന് പറഞ്ഞ് ഡോക്യുമെൻ്ററിയും ചെയ്യും സർക്കാർ. മോഹിനിയാട്ടം കാണാനിരുന്നപ്പോൾ ഈ പരസ്യം വന്നു. അതിൽ നരേഷൻ പറഞ്ഞിരിക്കുന്ന തൊണ്ടയടപ്പുള്ള ശബ്ദം എനിക്കെവിടെയോ കേട്ട് പരിചയമുള്ളതല്ല. ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ കാറ്റ് മാത്രമുള്ള ശബ്ദത്തിലാണ് പരസ്യം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതെവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. പടം തുടങ്ങിയപ്പോഴാണ് ആ ശബ്ദം നൽകിയത് കലാരഞ്ജിനിയാണെന്ന് എനിക്ക് മനസ്സിലായത്. കലാരഞ്ജിനിയുടെ ശബ്ദം കുളമാക്കിയത് ഒരു സിനിമ മേക്കപ്പ് മാനാണ്. രക്തം ഛർദ്ദിക്കുന്ന ഒരു സീനിലേക്ക് കുടിക്കാൻ കൊടുത്ത കുപ്പി മാറിപ്പിഴി, അത് ആസിഡായിരുന്നു കൊടുത്തത്. വോക്കൽ കോഡൊക്കെ ആകെ വെന്തുപോയി പാവത്തിൻ്റെ. അതോടെ ശബ്ദം കാറ്റ് മാത്രമായി. ഇപ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറയാം. കുറേ ഇപ്പോൾ കലാരഞ്ജിനിയാണല്ലോ മോഹിനിയാട്ടം ഡബ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ചില്ലുവിളക്ക് സീരിയലിലടക്കം കലച്ചേച്ചിക്ക് മറ്റൊരാളാണ് ശബ്ദം നൽകിയത്. ചവറ VP നായരുടെയും വിജയലക്ഷ്മി അമ്മയുടെയും 5 മക്കളിൽ വിജയലക്ഷ്മി അമ്മയുടെ സൗന്ദര്യവും മിടുക്കും തമാശയും ഒക്കെ കിട്ടിയിട്ടുള്ളത് കലച്ചേച്ചിക്കാണ്. ആ കുടുംബത്തിൽ നിന്ന് ആദ്യം നായികയായതും കലച്ചേച്ചിയായിരുന്നു. ഉർവശിക്ക് മുന്താണി മുടിച്ച് കിട്ടിയതുപോലെ ഒരു തുടക്കം കലാരഞ്ജിനിക്ക് കിട്ടാതെ പോയി. വീട്ടിൽ 7 ജീവിതങ്ങളുടെ ചുമതല തൻ്റെ തലയിലായതിനാൽ കിട്ടിയതിലൊക്കെ കയറി അഭിനയിച്ചതും ആസിഡ് കുടിച്ചതും ഒക്കെ കലാരഞ്ജിനിയുടെ കരിയറിനെ ബാധിച്ചു. എൻ്റെ സീരിയലിലും സിനിമയിലും കലാരഞ്ജിനി ഉണ്ടായിരുന്നു. സെറ്റിനെ
രസകരമാക്കുമായിരുന്നു കലച്ചേച്ചി. ഇപ്പോഴും ഞാൻ കൽപ്പനയുടെ നമ്പറിൽ വിളിച്ചാൽ ആ ഫോൺ എടുക്കുന്നത് കലാരഞ്ജിനിയാണ്. ഇതെനിക്ക് നന്നായിട്ട് അറിയാമെങ്കിലും ഇടയ്ക്ക് എന്നെ കലച്ചേച്ചി വിളിക്കുമ്പോൾ ആരാ വിളിക്കുന്നത് എന്ന് നോക്കാനായിട്ട് ഞാൻ ഫോൺ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞെട്ടും. കാരണം ഫോണിൻ്റെ സ്ക്രീനിൽ തെളിയുന്നത് കൽപ്പന എന്നാണ് എഴുതി കാണിക്കുന്നത്. മദ്രാസിൽ ആര് മരിച്ചാലും ഞാൻ ആദ്യം വിളിക്കുന്നത് കലച്ചേച്ചിയാണ്. കലച്ചേച്ചിയിൽ നിന്ന് എനിക്ക് വിവരങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മോഹിനിയാട്ടത്തിൽ സരസ്വതി അമ്മ എന്ന റോളിൽ കലാരഞ്ജിനി പൂന്തി വിളയാടുകയാണ് എന്ന് പറയാം. ചിരിച്ചും മണ്ണ് കപ്പിച്ചു നമ്മളെ. അമ്മയിൽ നിന്നും ലഭിച്ച ഹാസ്യം വാരി വിതറുകയാണ് മോഹിനിയാട്ടത്തിലെ കലാരഞ്ജിനി. കലയെ ഇപ്പോൾ ഓർത്തത് ഖദീജയുടെ ഫോട്ടോകൾ തപ്പുന്നതിനിടയിൽ ഒരു കവർ എൻ്റെ മുന്നിലേക്ക് വന്നു. ചില്ലുവിളക്കിൽ നായകനായ ഷാജിൻ്റെ അമ്മയാക്കാൻ കലച്ചേച്ചിയെ ഫിക്സ് ചെയ്തിട്ട് പ്രസൻറ്റ് ടൈമിലെ 2 ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു ഞാൻ. കാരണം എങ്ങനെ ഇരിക്കുന്നു എന്നറിയണ്ടേ. അയച്ചു തന്ന ഫോട്ടോയാണിത്. ഇത്രയും സൗന്ദര്യവും എന്താ പറയുക മികവുമുള്ള കലാരഞ്ജിനിയെ മലയാള സിനിമയിൽ നന്നായി ഉപയോഗിച്ചില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. പക്ഷേ അമ്മ വേഷം ചെയ്യാനായിട്ട് എനിക്ക് അയച്ചു തന്ന ഫോട്ടോയ്ക്ക് എത്ര സുന്ദരിയായ ഫോട്ടോയാണെന്ന് പക്ഷേ ഞാൻ നിധി പോലെ സൂക്ഷിച്ചു വെച്ചു. ഇതിൽ ഞാനിപ്പോൾ ഒരു കത്ത് കാണിക്കാം. കുനുകുനാന്ന് 2 പേജിൽ എഴുതിയൊരു കത്താണ്. സ്വരചിത്ര 81 NCC നഗർ, അമ്പലമുക്ക്, പേരൂർക്കട, തിരുവനന്തപുരം 5 എന്ന വിലാസത്തിൽ നിന്നും എനിക്ക് വന്ന ഒരു കത്തും അതിനൊപ്പം പിൻ ചെയ്ത ഒരു ഫോട്ടോയുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 1988 പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെ രംഗത്തെത്തി. ആദോ അയ്യൂബിൻ്റെ കുമിളകൾ, മനോജ് കെ ജയൻ നായകനായ കുമിളകൾ, വിജയകൃഷ്ണൻ്റെ ഒരിടത്തൊരിക്കൽ, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഡോക്ടർ വേഴാമ്പൽ തുടങ്ങിയ സീരിയലുകളിൽ നർമ്മവേഷങ്ങൾ ചെയ്ത യുവാവാണ് നിങ്ങളീ കാണുന്നത്. 1 തരം 2 തരം 3 തരം, അനന്തവൃത്താന്തം എന്നീ സിനിമകളിലും ഈ യുവാവ് അഭിനയിച്ചു. പഠനത്തിനായി ഇടയ്ക്ക് രംഗം വിട്ടു. BA എക്കണോമിക്സും MA സോഷ്യോളജിയും പഠിച്ചു. ആൾ ഇന്ത്യ റേഡിയോയിൽ ടെമ്പററി അനൗൺസറായി. പ്രിയൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരന് 115 കിലോ ഉണ്ടായിരുന്നു. ഇപ്പോഴത് 75 ആക്കി എന്നാണ് അവൻ കത്തിലെഴുതിയിരിക്കുന്നത്. വണ്ണം കുറച്ചപ്പോൾ സുഹൃത്തുക്കൾക്ക് പോലും ഈ മോനെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നും കത്തിലെഴുതിയിട്ടുണ്ട്. അതോടെ വേഷങ്ങളും കുറഞ്ഞു. ഇപ്പോൾ ഡബ്ബിംഗ് രംഗത്താണ് ഞാൻ ശ്രദ്ധയൂന്നുന്നത് എന്ന് കത്തിലെഴുതിയിട്ടുണ്ട്. ജംഗിൾ ബുക്കിൻ്റെ അക്രു എന്ന കുറുക്കനും TV ചന്ദ്രൻ്റെ മങ്കമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ ശങ്കരൻ എന്ന കഥാപാത്രത്തിനും വേഷം നൽകി. ഇപ്പോൾ സ്വരചിത്ര എന്ന സാംസ്കാരിക സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നു. ഇതൊക്കെയാണ് 2 പേജിലായിട്ട് എനിക്ക് അയച്ച കത്തിൽ എഴുതിയിരിക്കുന്നത്. ഫോട്ടോയിൽ നോക്കുമ്പോൾ കുറേ ഓർമ്മകൾ വരുന്നു എനിക്ക്. രാജകുമാരി എന്ന പഴയകാല നടിയുടെ മകനാണ് കക്ഷി. ഒരു കാലത്തെ പ്രശസ്ത ഡബ്ബിംഗ് താരം മീന നെവിലിൻ്റെ സഹോദരനാണ്. പ്രധാനപ്പെട്ട പത്മരാജൻ സിനിമകൾക്കൊക്കെ നായികമാർക്ക് ശബ്ദം നൽകിയത് മീന നെവിലായിരുന്നു. ഒരു കാലത്ത് എല്ലാവരും വിളിച്ചിരുന്നത് താക്കോൽ ഗോപാലൻ എന്ന് വിളിച്ചിരുന്ന ജനതാ പാർട്ടി നേതാവായ കെ ഗോപാലൻ്റെ മകളാണ് മീന. ഇടയ്ക്ക് വെച്ചപ്പോഴോ രാജകുമാരിയും കെ ഗോപാലനുമായി പിരിഞ്ഞു. രാജകുമാരിയെ ദൂരദർശൻ ഉദ്യോഗസ്ഥൻ വേണു വിവാഹം കഴിച്ചു. അതിലെ മകനാണ് ഈ ഫോട്ടോയിൽ കണ്ട യുവാവ്. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് 49ാമത്തെ വയസ്സിൽ വിട പറഞ്ഞ യുവാവിനെ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നത് പ്രിയദർശൻ്റെ ചിത്രത്തിൽ രാമകൃഷ്ണനെയാവും. അണ്ണാ സാഹിബിനെ പറ്റിച്ചെടുത്തതിൽ പകുതി തരാൻ മോഹൻലാലിൻ്റെ വിഷ്ണുവിനോട് പിറകെ നടക്കുന്ന ആ തടിയൻ പയ്യൻ രാമകൃഷ്ണൻ. നിനക്ക് പകുതി വേണം അല്ലേ എന്ന് ചോദിച്ചിട്ട് കവിളത്തൊരു ആടി അടിക്കുമ്പോൾ ഭൂമി കുലുക്കിക്കൊണ്ട് ഓടുന്ന രാമകൃഷ്ണൻ തിയേറ്ററിൽ വലിയ ചിരി പടർത്തിയതായിരുന്നു. ഒന്നാമത് അമിതമായ വണ്ണം ഉള്ളതുകൊണ്ട് ആടിയും വാങ്ങിച്ചോണ്ട്
അണ്ണന് സായിപ്പത്തിൻ്റെ പകുതി തരാൻ പറഞ്ഞപ്പോൾ വിഷ്ണുവായിട്ട് അഭിനയിക്കുന്ന മോഹൻലാൽ ഒരൊറ്റ അടിയാണല്ലോ ചുവട്ടിലടിച്ചു കൊടുത്തത്. ഈ വേഷം ചെയ്ത ശരൺ എന്ന നടനാണ് ഈ വണ്ണം കുറഞ്ഞ ഈ ഫോട്ടോയിലിരിക്കുന്നത്. എവിടെ വെച്ച് കണ്ടാലും എന്നെ ഓർക്കണമെന്ന് എന്നെ ഓർമ്മിപ്പിച്ചിരുന്ന ഒരു പാവം ചെറുപ്പക്കാരനായിരുന്നു. കുടുംബത്തിലെ എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ അലട്ടിയ മനസ്സുമായി ജീവിച്ച ശരൺ തിരുവനന്തപുരത്തെ വഴുതക്കാട് ഹിന്ദി പ്രചാര സഭയുടെ എതിർവശത്തുള്ള 3 നില എന്തോ കെട്ടിടമാണ്. അതിൽ 2ാം നിലയിലായിരുന്നു ശരത്തും രാജകുമാരിയൊക്കെ താമസിച്ചിരുന്നത്, വേണുവൊക്കെ. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളും കേസുകളും വഴക്കുകളും ഒക്കെ ആയിട്ട് എവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ കുടുംബത്തിൽ. ഇന്ന് ഖദീജയുടെയും സുധീറിൻ്റെയും ഫോട്ടോ തപ്പുന്നതിനിടയിൽ എൻ്റെ മുന്നിൽ വന്ന ചെറുപ്പക്കാരൻ 1991 എന്തോ ശരൺ അകാലത്തിൽ മരിച്ചു. ചില ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകും. എത്ര പ്രിയപ്പെട്ടവരാണ് നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്നത്. അവരിൽ പലരും നമുക്ക് പ്രിയപ്പെട്ടവരുമായിരിക്കും. നാളെ നമ്മളും പോവും. എങ്കിൽ പോലും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഇനിയൊരു 100 വർഷം ജീവിക്കുമെന്നാണല്ലോ. നനച്ചിരിക്കാതെ രാവിലെ എണീക്കുമ്പോഴാണ് അറിയുന്നത് നമ്മൾ പോയത്. കുഞ്ഞമ്മയും കൂട്ടുകാരും എന്ന പരമ്പരയ്ക്ക് തിരുവനന്തപുരത്ത് സിൽവർ സാൻഡ് എന്ന് പറഞ്ഞ ഹോട്ടലിലിരുന്ന് തിരക്കഥ എഴുതുകയാണ് ഞാൻ. കയറിൻ്റെ പശ്ചാത്തലത്തിലാണ് ഉറൂബ് കുഞ്ഞമ്മയും കൂട്ടുകാരും എന്ന നോവൽ എഴുതിയിരിക്കുന്നത്. അന്നത്തെ പ്രശസ്ത നടനായ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകളിലേക്ക് സ്ഥിരം നടനായ PC സോമൻ ചേട്ടനെ കയർ വാങ്ങി കയർ കയറ്റി അയക്കുന്ന മുതലാളിയാക്കി. പൊതുപ്രവർത്തകനായി നെല്ലിക്കോട് ഭാസ്കരനുമായി നല്ല സാമ്യമുള്ള മിമിക്രിക്കാരൻ കൊതുക് നാണപ്പനെ ഫിക്സ് ചെയ്തു. നമ്മുടെ സിനിമാ നടൻ അശോകനാണ് കുഞ്ഞമ്മയും കൂട്ടുകാരുടെ നായകൻ. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിറങ്ങിയ ശ്രീലതയാണ് കുഞ്ഞമ്മ. VD രാജപ്പനും ജഗന്നാഥനും പ്രേംജിത്ത് ലാലും അടക്കം വലിയൊരു താരനിരയുണ്ട് ഈ പരമ്പരയിൽ. ദൂരദർശൻ പരമ്പരയുടെ കാലത്ത് തിരുവനന്തപുരം നിവാസികളെ മാത്രമേ സീരിയലുകളിൽ സഹകരിപ്പിക്കാറുള്ളൂ. കാരണം താമസം, യാത്രാപ്പടിയും ഒക്കെ കൊടുക്കാൻ തക്ക വരുമാനം 13 ഭാഗങ്ങളിൽ ചെയ്യുന്ന പരമ്പരകൾക്ക് നൽകാനാകുമായിരുന്നില്ല. അതാണ് കാരണം. ഇതിലൊരു തൊഴിലാളി നേതാവുണ്ട്. അല്പം കഴിക്കുന്ന, വായ നിറയെ മുറുക്കാൻ ഇടുന്ന, ഒരുത്തനെയും പേടിയില്ലാത്ത ഒരു നേതാവ്. കയർ മുതലാളിയുടെ കടയിൽ കയറി വരുന്ന, അകത്ത് കയറി വരട്ടുന്ന തൊഴിലാളി നേതാവ്. തിരുവനന്തപുരത്ത് അത്തരത്തിൽ തോന്നിപ്പിക്കുന്ന, അഭിനയിക്കുന്ന ഒരാൾ ഓർമ്മയിൽ വന്നില്ല ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ. അപ്പോൾ നാടക പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുന്ന സോണ എന്ന് പേരുള്ള സംവിധായകൻ പപ്പൻ പൈറ്റുകളുടെയും എൻ്റെയും സുഹൃത്താണ് സോണയാണ് കുഞ്ഞമ്മയും കൂട്ടുകാരുടെയും കലാസംവിധായകൻ. അതിനാൽ തന്നെ ഈ പരമ്പരയിൽ നിരവധി നാടകക്കാർക്ക് അഭിനയിക്കാൻ അവസരം നൽകിയിരുന്നു. നാടക ഗാനരചയിതാവ് ചെമ്പഴന്തി ചന്ദ്രബാബു, നാടകസമിതി മുതലാളിയായ സാബു കരിമണലും ഒക്കെ ഈ സീരിയലിൽ സഹസംവിധായകരായി ഉണ്ടായിരുന്നു. സോണ പറഞ്ഞു, ഈ വേഷത്തിന് പറ്റിയൊരു നാടക നടനുണ്ട്. കണ്ടാൽ MG സോമനെ പോലെയാണ് തോന്നുക. സ്റ്റേജിൽ വിലസുന്ന ആളാണ്. പക്ഷേ തൊടുപുഴക്കാരനാണ്, തിരുവനന്തപുരത്തുകാരനല്ല. ആരാ കക്ഷി എന്ന് തിരക്കി. ജോസ് താന എന്നാണ് പേര്. വരാൻ പറയൂ എന്നായി ഞങ്ങൾ. ജോസ് താന വന്നു. സ്വകാര്യ ജീവിതത്തിലും 2 അകത്തേക്ക് വിടുന്ന കക്ഷിയാണ്. അത് ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. ഫിക്സ്. നല്ല നടനായ PC സോമൻ്റെ മുന്നിൽ സഭാകമ്പമില്ലാതെ ജോസ് താന അഭിനയിച്ചു. പരമ്പര കഴിഞ്ഞ് പോയിട്ടും ഇടയ്ക്കിടെ എന്നെ വിളിക്കുമായിരുന്നു. പിന്നെ അത് മുടങ്ങി. ഈ അടുത്തിടെ മരിച്ചു എന്ന് പത്രത്തിൽ വാർത്ത കണ്ടു. ഈ ചിത്രത്തിലെ, നിങ്ങൾ കാണുന്ന ഈ ചിത്രത്തിലെ ഒറ്റ ഫ്രെയിമിലുള്ള 3 പേരും യാത്രയായി എന്നത് നോവിക്കുന്നു മനസ്സിനെ എന്നതാണ് സത്യം. കാരണം 3 പേരോടും എനിക്ക് നല്ല ബന്ധമായിരുന്നു. ഷാജി കൈലാസ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണല്ലോ ദ ന്യൂസ്.
അതിലെ ഒരു പാട്ട് രംഗത്തിൻ്റെ ഫോട്ടോയാണ് നിങ്ങളീ കാണുന്നത്. ജഗദീഷ് കുമാറും ജഗദീഷും പിന്നെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു പെൺകുട്ടി. എൻ്റെ ഫോട്ടോഗ്രാഫറായിരുന്ന കെ ശ്രീകുമാറാണ് ന്യൂസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒഫീഷ്യൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. അയാൾ എടുത്ത ഫോട്ടോയാണിത്. എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ കറങ്ങി അടിച്ച് നടന്ന് പരിചയപ്പെട്ടതിൽ ഗുണം ചെയ്തത് ശ്രീകുമാറിന് മാത്രമാണ്. കാരണം ശ്രീകുമാർ പെട്ടെന്ന് സിനിമ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി മാറി. ജഗതി ചേട്ടന് ചിലയിടത്തെല്ലാം സ്ഥിരം പറ്റുവരവുകൾ ഉണ്ടെന്നുള്ള കഥകൾ പലരും പറഞ്ഞെനിക്കറിയാം. ഞാനൊരിക്കലും ഇക്കാര്യം ചോദിച്ചിട്ടേ ഇല്ല അമ്പിളിച്ചേട്ടനോട്. സെറ്റിൽ 100% മാന്യത അല്ലെങ്കിൽ മാന്യനായ മനുഷ്യനാണ് ജഗതി ചേട്ടൻ. പിന്നെന്തിനാ നമ്മൾ ചോദിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ കാവടിയാട്ടം ഡബ്ബിങ് നടക്കുകയാണ്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ അശോകൻ താഹ ടീമിലെ അശോകൻ സംവിധാനം ചെയ്ത ആചാര്യൻ്റെ ഡബ്ബിങ്ങാണ് ചിത്രാഞ്ജലിയിൽ. 2 മണി മുതൽ കാവടിയാട്ടത്തിന്. രണ്ടിൻ്റെയും അസോസിയേറ്റ് ഡയറക്ടർ ഞാനായതിനാൽ ശരിക്കും കഷ്ടപ്പെടുന്ന സമയമായിരുന്നു. കാരണം ആചാര്യൻ വർഷങ്ങളോളം കിടന്നുപോയി. അപ്പോൾ കാവടിയാട്ടത്തിന് ഡബ്ബിങ് തുടങ്ങുന്ന സമയത്താണ് ആചാര്യൻ ഡബ്ബ് ചെയ്യാനുള്ള അവസ്ഥയിലെത്തിയത്. അപ്പോൾ രണ്ടും ഞാൻ അറ്റൻഡ് ചെയ്യണമല്ലോ. 15 മണിക്കൂറൊക്കെ ഈ 2 സിനിമകൾക്കായി തിയേറ്ററിൽ നിൽക്കേണ്ട അവസ്ഥയായി എനിക്ക്. 2 പടമല്ലേ. രാവിലെ വന്ന ജഗതി ഉച്ചവരെ ആചാര്യം ചെയ്തു. ക്യാൻറ്റീനിൽ പോയി ഊണ് കഴിച്ച് അശോകനും സംഘവും പോയപ്പോൾ അനിയനും സംഘവും എത്തി. ജഗതി തന്നെ ഡബ്ബിങ്. എത്ര വൈകിയാലും ഇന്ന് തീർക്കണം. കാരണം ഡബ്ബിങ് ഇന്ന് തീർത്ത് വിടണം ജഗതി ചേട്ടനെ. നാളെ രാവിലെ കൊച്ചിയിൽ 2 പടങ്ങളുടെ ഷൂട്ടിംഗ് ഉണ്ടെന്നാണ് അമ്പിളിച്ചേട്ടൻ പറയുന്നത്. ജഗതി ഡബ്ബ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ബോറടിക്കില്ല. ചിരിച്ച് ഞാനാണെങ്കിൽ കൊച്ചു തമാശകൾ മതിയല്ലോ, ചിരിച്ച് മണ്ണ് കപ്പും. അദ്ദേഹം സീനുകളിൽ കയ്യിൽ നിന്നിട്ട് ചില മുക്കലും ചില ഡയലോഗുകളൊക്കെ ഇടും. അത് ഇടേണ്ടിടത്തേ ഇടുകയുള്ളൂ, പക്ഷേ ചിരിച്ചു പോകും നമ്മളറിയാതെ. കുറിക്ക് കൊള്ളുന്ന ഫലിതമായിരിക്കും അതല്ല. 6 മണിക്ക് ചായ കുടിക്കാൻ ബ്രേക്കായപ്പോൾ അമ്പിളിച്ചേട്ടൻ എന്നോട് തിരക്കി, അന്യ ഇനി എത്ര സീനുണ്ട് എന്നിട്ട്. ഞാൻ പറഞ്ഞു, അമ്പിളിച്ചേട്ടൻ ഇനി 5 സീനുകളുണ്ട്. അതിൽ മയിലെണ്ണ കച്ചവടം ചെയ്യുന്നതും മറ്റേ ബ്രാസീറും ബനിയനും അണ്ടർവെയറും ഒക്കെ കച്ചവടം ചെയ്യുന്നതും പിന്നെ അങ്ങാടി മരുന്ന് കമ്പനി പരസ്യമൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു തരികിട കളിക്കുന്ന ഒരു സീനുണ്ടല്ലോ. ആ പറ്റിക്കുന്ന സീൻ മാത്രമാണ് വലുത്, ബാക്കിയൊക്കെ ചെറുതാണ്. പിന്നെ ഫൈറ്റിൻ്റെ മുക്കലും മൂടലും ഒക്കെ എഫക്ട്സുകൾ കൊടുക്കണം. ഇടി വാങ്ങിക്കുമ്പോൾ ഉള്ള ശബ്ദം, ഇടി കൊടുക്കുമ്പോൾ ഉള്ള ശബ്ദമൊക്കെ അതൊക്കെ ഇടണമല്ലോ. ഇപ്പോൾ അരിഞ്ഞിട്ട് തരാം എന്നാണ് ജഗതി പറഞ്ഞത്. അതിനെന്താ ഞാൻ ഇപ്പോൾ അരിഞ്ഞിട്ട് തരാം എന്നാണ് പറഞ്ഞത്. ഡബ്ബിങ് പുരോഗമിക്കുകയാണ്. മണി ഏതാണ്ട് 8 കഴിഞ്ഞു. വീണ്ടും വിളിച്ചു, അനിയ വിശക്കുന്നില്ലേ? എന്നോട് ചോദിക്കണം വിശക്കുന്നില്ലേ? ഇല്ല, എനിക്ക് വിശക്കുന്നു. വല്ലതും കടിച്ചു പറിക്കാൻ പറ്റിയ രാത്രി ഭക്ഷണം വാങ്ങി വരാൻ ഏതെങ്കിലും സാറിനോട് പറയൂ, അല്ലെങ്കിൽ ആജ്ഞാപിക്കൂ. അമ്പിളിച്ചേട്ടൻ എന്നോട് പറഞ്ഞതാണ്, കടിച്ച് പറിച്ച് തിന്നാൻ പറ്റിയ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാൻ അതിൻ്റെ ചുമതലയുള്ള ഏതെങ്കിലും സാറിനോട് പറയൂ. പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആജ്ഞാപിക്കൂ. ആഹാരവെത്തി. നല്ല ഭക്ഷണപ്രിയനാണ് അമ്പിളിച്ചേട്ടൻ. അദ്ദേഹം ആഹാരം കഴിച്ചു. ഭക്ഷണപ്രിയൻ എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, കാവടിയാട്ടത്തിലെ ഒരു പാട്ട് സീനിൽ പാതിരാത്രി വെളുപ്പാകാലായി നവോദയ സ്റ്റുഡിയോക്കകത്തുള്ള ഒരു കുളത്തിൽ ചന്ദ്രൻ കിടക്കുന്ന കണ്ടുകൊണ്ട് വെള്ളം അടിച്ചിട്ട് പാടുന്ന പാട്ടാണ് ചന്ദ്ര എന്നുള്ള പാട്ട്. ഈ വെള്ളത്തിലേക്ക് എടുത്ത് ചാടണം ചന്ദ്രനെ പിടിക്കാനായിട്ട്. അത് ജഗതിയാണ് ചാടേണ്ടത്. അത് കഴിഞ്ഞാൽ ആ പാട്ട് തീർന്നു. ഈ കുളമാണെങ്കിൽ അവിടെയുള്ള നാട്ടുകാരൊക്കെ ഓല കൊവുത്തെടുക്കാനായിട്ട് ഇടുന്ന കുളമാണ്. എത്ര താഴ്ചയുണ്ട്, അതിനകത്ത് കുപ്പിച്ചില്ലുകളുണ്ടോ പാറക്കല്ലുകളുണ്ടോ ഒന്നും ആർക്കും അറിയില്ല. ഒരു പൊട്ടക്കുളം, ആരും ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു പൊട്ടക്കുളം. ആട്ടിലെ ആരെങ്കിലും ഇറങ്ങി കുളത്തിൽ കുപ്പിച്ചില്ലും കല്ലുമൊക്കെ ഉണ്ടെന്ന് തപ്പുകയാണെങ്കിൽ പിന്നെ ഒരു 10-25 മിനിറ്റ് നമ്മൾ വെറുതെ ഇരിക്കണം. വെള്ളം കലക്കം എല്ലാം മാറി വീണ്ടും നിശബ്ദമാവാൻ. എങ്കിലേ ചന്ദ്രനെ കാണാൻ പറ്റൂ.
അമ്പിളിച്ചേട്ടൻ പറഞ്ഞു വേണ്ട, ആരും ഇറങ്ങി തപ്പുന്നുണ്ട്, ഞാൻ ചാടിക്കൊള്ളാം. അപ്പോൾ 2 കാർ വന്ന് കിടക്കുകയാണ് എറണാകുളത്തേക്ക് അമ്പിളിച്ചേട്ടനെ കൊണ്ടുപോകാൻ, അടുത്ത 2 പടത്തിൻ്റെ സെറ്റിലേക്ക്. ഇതിലേത് കാറിൽ കയറും ആ കാർ ഇറങ്ങിക്കൊണ്ട് പോകും. 2 കാറും അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കാത്തിരിക്കുക, ഒരു മടിയുമില്ലാതെ പാവം. റിഹേഴ്സൽ കഴിഞ്ഞു, ടേക്കിൽ പാടിക്കൊണ്ട് വന്നു. ജയറാമൻ, സിദ്ദിഖും മാമുക്കോയൊക്കെ പാടിപ്പോയി. അമ്പിളിച്ചേട്ടൻ മാത്രമേ ഈ ചന്ദ്രനെ കണ്ടുള്ളൂ. വേലപ്പൻ ഇങ്ങനെ നോക്കിയിട്ട് കുളത്തിലേക്ക് എടുത്ത് ചാടി ആ ചെളിവെള്ളത്തിൽ മുങ്ങി മിണ്ടാതെ കിടന്നു. കാരണം ഒന്ന് ഫ്രീസാക്കണം ആ പാട്ട്. എന്നിട്ട് പൊങ്ങി. എല്ലാവരും കൈയടിച്ചു, കൈ കൊടുത്ത് കരയിൽ കയറ്റി. 4-5 ബക്കറ്റിൽ വെള്ളം കൊണ്ട് വെച്ചിരുന്നു. ആ വെള്ളത്തിൽ കുളിച്ചു, റെഡിയായി, പുതിയ വസ്ത്രമൊക്കെ ഇട്ട്, ജുബ്ബയും കാവി ലുങ്കിയൊക്കെ കൊടുത്ത് എല്ലാവരും നോക്കി ചിരിച്ചിട്ട് അവിടെ ഇരുന്ന്. തലേദിവസം രാത്രി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രൊഡക്ഷനിലെ പിള്ളേരോട് പറഞ്ഞു വെച്ചിരുന്നതായിരിക്കാം, ഒരു പാത്രം പഴങ്കഞ്ഞി, ഞങ്ങളുടെ തിരുവനന്തപുരത്ത് പറയുന്ന പഴിഞ്ഞിയും മീനും വേറെ എന്തൊക്കെയോ ലൊട്ടിലൊടുക്ക് കറികൾ, നാരങ്ങാച്ചാറോ അങ്ങനെയൊക്കെ കൊണ്ട് കൊടുത്തു. എളുപ്പം അങ്ങനെ 4 മണിക്കാണ്. ആ 4 മണിക്ക് അവിടെ ഇരുന്ന് ഈ പഴങ്കഞ്ഞിയും കുടിച്ച് നാരങ്ങയൊക്കെ കൂട്ടി കഴിച്ചിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അടുത്ത സെറ്റിലേക്ക് പോയി. അങ്ങനെ ഒരു എന്താ പറയുക, വല്ലാത്ത പ്രകൃതക്കാരനാണ് അമ്പിളിച്ചേട്ടൻ. അപ്പോൾ നല്ലവണ്ണം ഈ കടിച്ച് പറിച്ച് തിന്നാനുള്ള ആഹാരമെല്ലാം കഴിച്ചിട്ട് അമ്പിളിച്ചേട്ടൻ കഴിച്ചു. അന്യ 1 രൂപയുടെ ഒരു കോയിൻ താ എന്ന് പറഞ്ഞു. അന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ 1 രൂപയുടെ ഒരു നാണയം ഇട്ട് വിളിക്കാവുന്ന ഫോൺ സംവിധാനമാണ് ഉണ്ടായിരുന്നത്. അതിലിട്ട് ആർക്ക് വേണമെങ്കിലും വിളിക്കാം. അമ്പിളിച്ചേട്ടൻ ഈ 1 രൂപ വാങ്ങിച്ച്, സ്വന്തം പോക്കറ്റിലൊന്നുമില്ല, ഒരു മൊബൈൽ പോലും ഇല്ലല്ലോ അദ്ദേഹത്തിന്, 1 രൂപയും പോക്കറ്റിൽ കൊണ്ട് കിടക്കില്ല. അനിയ 1 രൂപ താ എന്ന് പറഞ്ഞ് വാങ്ങിച്ച് അതിനകത്തിട്ട് വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് വീട്ടിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഭയങ്കര സീരിയസ് ആണ് അദ്ദേഹം. ആ നിങ്ങൾ ലൈറ്റ് അണച്ച് കിടന്നോ, ഇവിടെ നമ്മുടെ ദിനേശ് പറയുന്നത് 2-3 മണിയാകും തീരാൻ എന്നാണ്. ഞാൻ ഞെട്ടി. 9:30-ക്ക് തീരുമെന്ന് പറഞ്ഞാണ്, 2-3 മണിയാവും തീരാൻ എന്നാണ് ദിനേശ് പറയുന്നത്. പിന്നെ അങ്ങ് വന്ന് നിങ്ങളെ ഉറക്കം കളയുന്നില്ല. ഞാൻ ചിത്രാഞ്ജലി തന്നെ കിടന്നുറങ്ങുകയല്ല, ഒന്ന് മയങ്ങും. രാവിലെ ഇവിടെ തന്നെ കുളിച്ച് 5 മണിക്കുള്ള വേണാടിൽ ഞാനങ്ങ് പോവും. എവിടെ? കൊച്ചിക്ക്. വരുന്ന 18-ാം തീയതി ഞാൻ മടങ്ങി വരും കേട്ടോ. ഫോൺ കട്ട്. ഇതിനിടയിൽ കിടന്ന് ഞാൻ പറയുന്നുണ്ട് 9:30-ക്ക് തീരുമെന്ന്. അതൊന്നും അമ്പിളിച്ചേട്ടൻ ഗവനിക്കുന്നേ ഇല്ല. പറഞ്ഞ പോലെ 9:30 കഴിയുന്നതിന് മുമ്പ് തന്നെ ഷൂട്ടിംഗ് തീർന്നു, ഡബ്ബിങ് തീർന്നു. സംവിധായകൻ അനിയനും ഞാനും ജഗതിയും പ്രൊഡക്ഷൻ മാനേജരും കാറ് കയറി. കാറ് തിരുവല്ലം കുന്നിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. അനിയ, നമുക്ക് ജഗതിക്ക് പോവാൻ ഏത് വഴി പോവും? ഞാൻ പറഞ്ഞു, മണക്കാട്, കിഴക്കേക്കോട്ട, തമ്പാനൂർ, വഴുതക്കാട്, ജഗതി, ഇതാണ് നമ്മളെ റൂട്ട് എന്ന് പറഞ്ഞു. എന്തിനാണ് അനിയ നിർമ്മാതാവിൻ്റെ പെട്രോൾ കളഞ്ഞ് ലോകം മുഴുവൻ ചുറ്റുന്നത്? നമുക്ക് കരുമം, കൈമനം, കരമന, ജഗതി, ഇതല്ലേ നല്ല റൂട്ട്? 5 കിലോമീറ്ററെങ്കിലും ദൂരം കുറയില്ലേ? അല്ലേ ഏട്ടാ, മധുപാലം വഴി പാതിരാത്രിയൊന്നും അങ്ങനെ ആരും പോകാറില്ല. ഇന്നത്തെ കാലമല്ല ഞാൻ പറയുന്നത്. അവിടെ ഉള്ളവർ നമ്മളെ വിഴുങ്ങോ? ഡ്രൈവർ അനിയ, കരുമം വഴി വിടുകാർ, കിഴക്കേക്കോട്ട വഴി പോകണ്ട. വണ്ടി തിരുവല്ലത്ത് നിന്നും വലത്തോട്ട് തിരിഞ്ഞ് മേനിലം, മെനക്കേട് മുക്ക്, മധുപാലം, കരിമം വഴി ഇടഗ്രാമത്തിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ അമ്പിളിച്ചേട്ടൻ്റെ അടുത്ത ഡയലോഗ്, അനിയ, ഇടഗ്രാമത്തിൽ നിന്ന് വലത്തോട്ട് തിരിക്ക്, അരകത്ത് കോവിൽ റോഡിലേക്ക്. പാതിരാത്രി ഇങ്ങേരുന്നതിന് അരകത്ത് കോവിൽ പോകുന്നു എന്ന് ചോദിച്ചാലോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ ചോദിച്ചില്ല, ഞാനങ്ങ് മനസ്സിലൊതുക്കി. കാരണം പാതിരാത്രി അരകത്ത് റോഡിൽ പോകണേ എന്തിന്? പ്രശസ്തമായ അമ്പലമാണ് അരകത്ത് ദേവീക്ഷേത്രം. കാറ് ഇടഗ്രാമത്ത് നിന്നും വലത്തോട്ട് തിരിഞ്ഞോടുകയാണ്. കരിമം സ്കൂളിൻ്റെ അടുത്തെത്തിയപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഞാനൊരു മണ്ടനാണ്. കരിമം സ്കൂളിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇടതുവശത്തെ ഒരു വീട് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്പിളിച്ചേട്ടാ, അതാണ് കരിമം മോഹൻ്റെ വീട്.
ആണോ? അവിടെ എനിക്ക് പോവേണ്ടത്. കാറ് നിന്നു. പ്രശസ്തനായ മേക്കപ്പ് മാനാണ് കരിമം മോഹൻ. ഡ്രൈവർ അനിയ, ദേ അവിടെ പോയി തിരിച്ചോണ്ട് വാ. കാർ മുന്നോട്ട് പോയി തിരിക്കാനായിട്ട്. പുറകിലേക്ക് ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കിയപ്പോൾ മലയാളത്തിൻ്റെ മഹാനടൻ കരിമം മോഹൻ്റെ വീടിൻ്റെ എതിർവശത്തുള്ള വീടിൻ്റെ ആവശ്യത്തിലധികം പൊക്കമുള്ള മതിൽ ചാടി കയറുകയാണ്. ഞാൻ നോക്കും, അമ്പിളിച്ചേട്ടൻ മതിൽ തൂങ്ങി കയറുകയാണ്. പാതിരാത്രി. കാറ് തിരിച്ച് അമ്പിളിച്ചേട്ടൻ്റെ ഇറങ്ങിയിടത്ത് നിർത്തി. അപ്പോൾ ഈ വേതാളമൊക്കെ ഇരിക്കും പോലെ സുസ്മേര വതനായി കുടുംബ വക പോലെ അമ്പിളിച്ചേട്ടൻ ആ മതിലിൻ്റെ മോളിൽ ഇരിക്കുക. കണ്ടവൻ്റെ വീട്ടിൻ്റെ മതിലിൽ പാതിരാത്രി കയറിയിരിക്കുന്ന ഇങ്ങനെയൊക്കെ വേറെ വല്ല അസുഖമുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ആരെങ്കിലും കണ്ടോണ്ട് വന്നാൽ ഇടി ഉറപ്പാണല്ലോ. കണ്ടവൻ്റെ വീട്ടിൻ്റെ മതിലിൻ്റെ മോളിൽ കയറിയിരിക്കുക. കാവടിയാട്ടത്തിൻ്റെ സംവിധായകൻ അനിയനാണല്ലോ. അദ്ദേഹത്തെ നോക്കി, അനിയ, എൻ്റെ ദിനേശൻ അനിയന് കാര്യങ്ങൾ വെടിപ്പായി പറഞ്ഞു കൊടുക്കുക. രാവിലെ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് കാലെടുത്ത് അപ്പുറത്തിട്ടിട്ട് ഒരൊറ്റ ചാട്ടം ആ വീട്ടിനകത്തേക്ക് മതിലിന്ന്. കാർ മുന്നോട്ട് പാഞ്ഞു. സത്യമായിട്ടും എനിക്കപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ശ്രീകല എന്ന നടിയെ അറിയാമോ? ചെറിയ ചെറിയ വേഷങ്ങൾ വരുന്ന ശ്രീകല എന്ന് പറഞ്ഞ നടിയെ അറിയാമോ എന്ന് കാവടിയാട്ടത്തിൻ്റെ സംവിധായകൻ അനിയൻ എന്നോട് ചോദിച്ചു. അറിയാം. എന്നാൽ അവരുടെ വീടാണ് ഇത്. അവർക്ക് ജഗതി വാങ്ങിക്കൊടുത്ത വീടാണ് ഈ ചാടിയ വീട്. അവരിപ്പോൾ ജഗതിയുടെ രണ്ടാം ഭാര്യയാണ്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞത് ജഗതിയുടെ 2 മക്കൾക്ക് ജന്മം നൽകിയ അമ്മയല്ലേ, ഇത് 3-ാം ഭാര്യ. അപ്പോൾ പക്ഷേ അനിയൻ ചേട്ടൻ പറയാണ് ജഗതിയുടെ 2ാം ഭാര്യയാണ്. ആ ശ്രീകലയാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചിത്രത്തിൽ പുറം തിരിഞ്ഞു നിൽക്കുന്ന സ്ത്രീ. കാര്യങ്ങൾ എനിക്കപ്പോൾ പിടികിട്ടി. കാലം കുറച്ച് കടന്നുപോയി. ക്രൈസ്റ്റ് നഗറിൽ പഠിക്കുന്ന എൻ്റെ മോൻ ഒരു നാൾ സ്കൂളിൽ നിന്ന് വന്ന് വലിയ സന്തോഷത്തോടെ കയറി വന്നു. അച്ഛാ, ജഗതി അങ്കിള് ഇന്ന് സ്കൂളിൽ വന്നിരുന്നു. എന്തിന്? അങ്കിളിൻ്റെ മോള് എൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രശസ്ത നടി അല്ലെങ്കിൽ ഫഹദ് ഫാസിലിൻ്റെ ഭാര്യയായി മാറിയ നസ്രിയ അച്ഛൻ്റെ ക്ലാസ്സിലാണെന്ന് എനിക്കറിയാം. ജഗതിയുടെ മോളോ? രാജ്കുമാറും പാർവതിയും സ്കൂളിൽ പഠിക്കേണ്ട പ്രായം കഴിഞ്ഞു, വലിയ പിള്ളേരായി. പിന്നെ അത് മോള്? ജഗതിയങ്കൾ പ്രസംഗിച്ചപ്പോൾ എൻ്റെ മോൾ ഇവിടെ പഠിക്കുന്ന കാര്യം ജഗതിയങ്കൾ പറഞ്ഞു. ഞാൻ പോയി ജഗതിയങ്കളുടെ പരിചയപ്പെട്ടു. അച്ഛൻ്റെ പേര് പറഞ്ഞപ്പോൾ അങ്കിളിന് വലിയ സന്തോഷമായി, എന്നെ കെട്ടിപ്പിടിച്ചു. എനിക്ക് എന്തോ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് തോന്നി, അല്ലെങ്കിൽ പിടി കിട്ടിയില്ല എന്ന് തോന്നി. ഒരു പരീക്ഷാക്കാലത്ത് മോനെ വിളിക്കാൻ തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ ഞാൻ ചെന്നു. ദൂരെ നിന്ന ഒരു സ്ത്രീ നടന്നെൻ്റെ അടുത്തേക്ക് വന്നു. എന്നെ മറന്നോ എന്ന് ചോദിച്ചു. എനിക്കപ്പോൾ അറിയാം ആളിനെ. ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. എന്താ ഇവിടെ എന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ മോൾ ഇവിടെയാണ് പഠിക്കുന്നത്, സാറിൻ്റെ മോൻ്റെ ക്ലാസ്സിൽ. മോള് വന്ന് പറയാറുണ്ട് സാറിനെ പറ്റിയൊക്കെ, സാറിൻ്റെ മകൻ പറയുന്നത്. ഇപ്പോൾ എനിക്ക് പിടികിട്ടി കാര്യങ്ങൾ. മോനും വന്ന് പറഞ്ഞിരുന്നു എന്നോട്, ജഗതി അങ്കിളിനെ കണ്ടെന്നും പരിചയപ്പെട്ടെന്നും ഒക്കെ എന്നോട് പറഞ്ഞു എന്ന് ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു. അച്ചുവിനോടൊപ്പം മിടുക്കിയായ ആ പെൺകുട്ടി നടന്നു വരുന്നു, ശ്രീലക്ഷ്മി. കുറച്ച് സിനിമകളിൽ നായികയായ ശ്രീലക്ഷ്മി. PC ജോർജിനെ പേടിക്കാതെ ജഗതി ഇരുന്ന സ്റ്റേജിൽ ഓടിക്കയറിയ ശ്രീലക്ഷ്മി. ഒരു മുസൽമാനായ യുവാവിനെ രാജകീയമായി വിവാഹം കഴിച്ച് ഗൾഫിൽ ജീവിക്കുന്ന ശ്രീലക്ഷ്മി ജഗതിയുടെ മകളാണ്. അവിടെ പരസ്യമായി ജഗതി പ്രസംഗിച്ചു. എനിക്കെപ്പോഴും ശ്രീലക്ഷ്മിയെ പറ്റി ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ശ്രീകലയെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നൊരു വിഷമം എന്താണെന്ന് ചോദിച്ചാൽ, അമ്പിളിച്ചേട്ടൻ ആക്സിഡൻറ്റ് ക്ലെയിമിൽ 13.5 കോടി രൂപ കിട്ടി. ആ 13.5 കോടിയിൽ 13 കോടിയും 2 മക്കളും കൂടി വീതിച്ചെടുക്കട്ടെ. പക്ഷേ അച്ഛൻ പരസ്യമായി ഇതെൻ്റെ മകളാണ് എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഒരു 50 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ വലിയ വായിൽ വേണ്ടാതീനങ്ങൾ മാത്രം പറയുന്ന PC ജോർജിനെങ്കിലും പറയാമായിരുന്നു,
എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ രണ്ടുപേരും കൂടി വീതിച്ചെടുത്താൽ ഉതവില്ല. ആ കുട്ടിയും ജഗതിയുടെ ബീജത്തിലുണ്ടായതല്ലേ. ആ കുട്ടിക്ക് ഒരു 50 ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ PC ജോർജ് ഒരു നല്ല മാന്യനായ രാഷ്ട്രീയക്കാരനാണെന്ന് ഞാൻ പറഞ്ഞത്, അല്ലെ ഹൃദയമുള്ള ഒരു രാഷ്ട്രീയക്കാരനെന്ന് ഞാൻ പറഞ്ഞത്. ആ കൂതറ പോലും പറഞ്ഞില്ല ഒരു 50 ലക്ഷം രൂപ ആ കുട്ടിക്ക് കൊടുക്കണമെന്ന്. പക്ഷേ അവൾ അന്തസ്സായി ദുബായിൽ ജീവിക്കുന്നു കുടുംബസമേതം. ഈ ജഗദീഷിൻ്റെയും നടുവിൽ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഈ ഫോട്ടോ കാണുമ്പോഴൊക്കെ എനിക്കിതെല്ലാം ഓർമ്മ വരും. നിങ്ങൾക്കും ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ എല്ലാ കഥകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് പിന്നിൽ എന്നുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.